മരിക്കാനും തയ്യാർ, വർഗീയതയോട് സന്ധിയില്ല. ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വി.ഡി. സതീശന്റെ വാക്കുകളാണിത്. കേരളത്തിന്റെ മതേതര മണ്ണിൽ വർഗീയതയുടെ കനലുകൾ എറിയുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം രാഷ്ട്രീയ കേരളത്തിൽ വൻ ചർച്ചയാകുന്നു. 1984 ഒക്ടോബർ 30 ഭുവനേശ്വറിൽ ഇന്ദിരാഗാന്ധി നടത്തിയ അവസാന പ്രസംഗത്തിന്റെ ആവേശവും അചഞ്ചലമായ നിലപാടും സതീശന്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 1984 ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എനിക്ക് നേരെ എത്ര വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്കും കണക്കുണ്ടാവില്ല. പക്ഷേ ജീവിച്ചിരിക്കുമോ അതോ കൊല്ലപ്പെടുമോ എന്നത് ഞാൻ ഗൗരവത്തിലെടുക്കുന്നില്ല. മരിച്ചു വീണാലും എൻ്റെ ഓരോ തുള്ളിച്ചോരയും ഇന്ത്യക്ക് ഊർജവും ശക്തിയും പകരും. ഇതിന് സമാനമായ വികാരമാണ് ചേന്നമംഗലത്തെ മീഡിയ ബ്രീഫിംഗിലും മഹാപഞ്ചായത്തിലെ പ്രസംഗത്തിലും വി.ഡി. സതീശൻ പങ്കുവച്ചത്. വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഏത് ആക്രമണങ്ങളെയും കുന്തമുനകളെയും നേരിടാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വർഗീയതയുമായി ഏറ്റുമുട്ടി തോറ്റ് നിലത്ത് വീണാലും അത് വീരോചിതമായ ചരമമായിരിക്കുമെന്ന സതീശന്റെ വാക്കുകളിൽ ഇന്ദിരയുടെ അതേ പോരാട്ട വീര്യമാണ് തെളിയുന്നത്. CPM-നെതിരെ രൂക്ഷ വിമർശനവുമുണ്ടായി. മന്ത്രി സജി ചെറിയാന്റെയും മുൻ മന്ത്രി A.K. ബാലന്റെയും പ്രസ്താവനകളെ ഉദ്ധരിച്ചാണ് സതീശൻ CPM-നെ പ്രതിക്കൂട്ടിലാക്കിയത്. ജയിച്ചു വരുന്നവരുടെ മതവും ജാതിയും നോക്കണമെന്ന് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞതിനെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു. ഒപ്പം അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു: പിണറായി വിജയനും സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഓർമ്മകളാകും, പക്ഷേ കേരളം അപ്പോഴും ഉണ്ടാകും. കേരളത്തിന്റെ മതേതര അടിത്തറയ്ക്ക് തീ കൊളുത്തുന്നത് വരും തലമുറയോടുള്ള ക്രൂരതയാണ് എന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. സംഘപരിവാർ വഴിയെ CPM യാത്ര ചെയ്യുകയാണ്. ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന സംഘപരിവാർ തന്ത്രമാണ് CPM പയറ്റുന്നതെന്നാണ് സതീശൻ കുറ്റപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന ഇരട്ടത്താപ്പും അദ്ദേഹം തുറന്നുകാട്ടി. വർഗീയത ആളിക്കത്തിക്കാൻ തീപ്പൊരി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് CPM തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലപാടുകളിൽ ഉറച്ച് സാമുദായിക നേതാക്കളെ സന്ദർശിക്കുന്നതിനെ CPM തിണ്ണനിരങ്ങൽ എന്ന് വിശേഷിപ്പിച്ചതിനെയും അദ്ദേഹം നേരിട്ടു. രാഷ്ട്രീയ നേതാക്കൾ സാമുദായ നേതാക്കളെ കാണുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ ആരുടെ മുന്നിലും താൻ നട്ടെല്ല് വളക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കാം, പക്ഷേ ആരും അവിടെ കിടക്കരുത് എന്നാണ് താൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ വിരുദ്ധ പോരാട്ടത്തിന്റെ കേരളത്തിലെ തുടർച്ചയാണ് സതീശൻ തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയത്. CPM-ന്റെ വർഗീയവാദം അവരുടെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും എന്ന വി.ഡി. സതീശന്റെ പ്രഖ്യാപനം കോൺഗ്രസ് അണികൾക്ക് വലിയ ആവേശമാണ് പകർന്നിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ബലിദാനത്തിന് തൊട്ടുമുമ്പുള്ള വാക്കുകൾക്ക് സമാനമായ തീവ്രതയോടെ സതീശൻ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അത് പുതിയൊരു ധ്രുവീകരണത്തിന് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. 1984 ഒക്ടോബർ 30 ഭുവനേശ്വറിൽ നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ അവസാന പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി ഈ അവസരത്തിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഇന്ന് ഞാൻ ഇവിടെയുണ്ട്, നാളെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഓരോ പൗരനിലും നിക്ഷിപ്തമാണ്. ഞാനിത് മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നേരെ എത്രയെത്ര വധശ്രമങ്ങളുണ്ടെന്ന് ആർക്കും കണക്കുണ്ടാവില്ല. ലാത്തിക്കുള്ള അടികളും ഇവിടെ ഭുവനേശ്വറിലെത്തിയപ്പോൾ തന്നെ ഒരു ഇഷ്ടിക കഷ്ണം എൻ്റെ മേൽ പതിച്ചു. സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും എന്നെ ആക്രമിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുമോ അതോ കൊല്ലപ്പെടുമോ എന്നത് ഞാൻ ഗൗരവത്തിൽ എടുക്കുന്നില്ല. ദീർഘമായ ജീവിതം ഇതുവരെ ജീവിച്ചു. എൻ്റെ ജനങ്ങളെ സേവിക്കുന്നതിനാണ് ജീവിതം ഒഴിഞ്ഞുവച്ചതെന്ന് പറയുന്നതിൽ എനിക്ക് തികഞ്ഞ അഭിമാനമുണ്ട്. അതിൽ മാത്രമാണ് എനിക്ക് അഭിമാനം. അവസാന ശ്വാസം വരെ ആ സേവനം ഞാൻ തുടരുക തന്നെ ചെയ്യും. മരിച്ചു വീണാലും എൻ്റെ ഓരോ തുള്ളിച്ചോരയും ഇന്ത്യക്ക് ഊർജവും ശക്തിയും പകരുമെന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഇന്ദിരാ പ്രിയദർശിനിയുടെ ആശയങ്ങളും സ്വപ്നങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായി മുന്നേറുന്ന കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വിസ്മയങ്ങൾ വന്നു ചേരുമ്പോൾ നിലപാടിൻ്റെ ഉറച്ച ശബ്ദമായി നിൽക്കുകയാണ് വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ്.